morning. Today we are going to discuss water pollution. Water is an indispensable natural resource on the earth, on which our whole life and all life process depends. It shapes our earth's surface and regulates our climate. Water is used for various purposes. Those are drinking, irrigation, navigation, transportation, and used for waste disposal for industries and pollutants for thermal power plants. So, what is meant by water pollution? It is the alteration in physical, chemical, and biological characteristics of water and which make unfit for the designated use in natural state. വാട്ടറിൻ്റെ ഫിസിക്കലിലും കെമിക്കലും അതുപോലെ തന്നെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലുമുള്ള ചേഞ്ചസ് കാരണം അതിനെ ഡെസിഗ്നേറ്റ് ചെയ്ത യൂസിനെ അൺഫിറ്റായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാട്ടർ പൊല്യൂഷൻ. There are mainly two sources of water pollution. Those are point sources and non-point sources. In case of point sources, the location can be easily identified. But in case of non-point sources, their location cannot be easily identified. Point sourceൽ നമുക്ക് അവയുടെ ലൊക്കേഷൻ ഈസിയായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ നോൺ പോയിന്റ് സോഴ്സിൽ അവയുടെ ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പോയിന്റ് സോഴ്സസിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രീസ്, പവർ പ്ലാന്റ്സ്, ഓഫ്ഷോർ ഓയിൽ വെൽസ് ആൻഡ് ഓൾസോ അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്. അപ്പോൾ നോൺ പോയിന്റ് സോഴ്സസിൽ വരുന്ന എക്സാമ്പിൾസോ അതിനുള്ള എക്സാമ്പിളാണ് അഗ്രികൾച്ചറും കൺസ്ട്രക്ഷനും. ഇവ രണ്ടിൽ നിന്നും കറക്റ്റ് സോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. We have already studied the freshwater sources of water. Those are groundwater sources and surface water sources. Based on this, we are having two types of pollutions. Those are groundwater pollution and surface water pollution. The various sources of groundwater pollution are septic tanks, deep well injection, mining and industry. And various sources of surface water pollution are sewage, industrial effluents, synthetic detergents, agrochemicals, oil spillage during drilling and shipment, and also waste heat. So, നമുക്ക് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ സോഴ്സസും ഉണ്ട്, സർഫസ് വാട്ടർ പൊല്യൂഷൻ സോഴ്സസും ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ സോഴ്സസിനുള്ള എക്സാമ്പിൾസ് ആണ് സെപ്റ്റിക് ടാങ്ക്സ്, ഡീപ് വെൽ ഇഞ്ചക്ഷൻ, മൈനിങ്, അതുപോലെ ഇൻഡസ്ട്രി. സർഫസ് വാട്ടർ പൊല്യൂഷൻ സോഴ്സസ് ആണ് അഗ്രോ കെമിക്കൽസ്, സിന്തറ്റിക് ഡിറ്റർജൻസ്, ഓയിൽ സ്പില്ലേജ് ഡ്യൂറിങ് ഡ്രില്ലിംഗ് ആൻഡ് ഷിപ്മെന്റ്, പിന്നെ വേസ്റ്റ് ഹീറ്റ്, അതുപോലെ സീവേജും ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസും എല്ലാം. നെക്സ്റ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അടുത്തത് വാട്ടർ പൊല്യൂഷന്റെ ഇഫക്റ്റ് എന്തെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോസ്ഫറസ് ആൻഡ് നൈട്രേറ്റ്സ് ഫ്രം fertilizers and detergents promote the growth of oxygen consuming algae. ഓക്സിജൻ കൺസ്യൂമിങ് ആൽഗേസ് ഒരുപാട് നമ്മുടെ വാട്ടർ സോഴ്സസിൽ ഉണ്ടാകും. ഇതിൻ്റെ ഗ്രോത്തിനെ ഫോസ്ഫറസും നൈട്രേറ്റ്സും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫോസ്ഫറസും നൈട്രേറ്റ്സിൻ്റെയൊക്കെ പ്രധാന സോഴ്സാണ് നമ്മുടെ ഫെർട്ടിലൈസേഴ്സും ഡിറ്റർജൻസും. ഓക്കെ, നെക്സ്റ്റ് ഇഫക്റ്റ് ആണ് ബയോമാഗ്നിഫിക്കേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസിൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ടർ ബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ദോസ് ആർ ടൈഫോയിഡ്, കോളറ, ബാസിലറി ഡിസെൻട്രി. ഓക്കെ, ഇവയൊക്കെയാണ് വാട്ടർ ബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. കൂടാതെ തെർമൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഹീറ്റ് ഇൻഡസ്ട്രീസിനൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓയിൽ പൊല്യൂട്ടൻസ്. ഓയിൽ പൊല്യൂട്ടൻസ് ഒരുപാട് ഫിഷസിൻ്റെയൊക്കെ ഡെത്തിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്. ദീസ് ആർ എൻറ്റേർഡ് ഇൻ അവർ ബോഡി ത്രൂ ഡ്രിങ്കിങ് വാട്ടർ and they accumulate in our liver,
blood, bones and muscles. Industrial effluents results in the addition of poisonous chemicals such as arsenic, cadmium and lead. Next is 4 important diseases that are occurred due to the consumption of contaminated water. Contaminated water കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള 4 പ്രധാനപ്പെട്ട ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂറോസിസ്. ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് പൊല്യൂട്ടൻസിൻ്റെ വഴിയാണ് ഫ്ലൂറോസിസ് ഉണ്ടാകുന്നത്. ഫ്ലൂറോസിസ് മീൻസ് ഡെന്റൽ പ്രോബ്ലംസ് ആണ്, നമ്മുടെ പല്ലിന് വരുന്ന പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ഈസ് മീനാമാത ഡിസീസ്. ഇത് ജപ്പാനിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മീഥൈൽ മെർക്കുറി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫിഷ് കഴിക്കുന്നതിലൂടെ വന്ന ഒരു അസുഖമാണ്. നെക്സ്റ്റ് ഈസ് ഇത്തായി ഡിസീസ്. ഇത് കണ്ടാമിനേറ്റഡ് റൈസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അരി ഭക്ഷണമാക്കുന്നതിലൂടെയാണ് ഇത്തായി ഡിസീസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ബ്ലൂ ബേബി സിൻഡ്രോം ഓർ മെഥാമോഗ്ലോബിനേമിയ. നൈട്രേറ്റിൻ്റെ പ്രസൻസ് ഡ്രിങ്കിങ് വാട്ടറിൽ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എഫക്റ്റാണ് ബ്ലൂ ബേബി സിൻഡ്രോം. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ഹൗ വി ക്യാൻ കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. നമുക്ക് എങ്ങനെ വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ജുഡീഷ്യസ് യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ് ആൻഡ് അവോയ്ഡ് ദെയർ യൂസ് ഓൺ സ്ലോപ്ഡ് ലാൻഡ്സ്. അഗ്രോ കെമിക്കൽസിൻ്റെ ഉപയോഗത്തിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം പാലിക്കുക. അതുപോലെ തന്നെ സ്ലോപ്പി ഏരിയാസിലൊന്നും അവ ഉപയോഗിക്കാതിരിക്കുക. അഗ്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൽ ഇംപ്രൂവ്മെൻറ്റ്സ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫംഗിസൈഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് നൈട്രജൻ ഫിക്സിംഗ് പ്ലാന്റ്സ്. നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് പ്ലാന്റ്സ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കുറേ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറക്കാൻ സാധിക്കും. മൂന്നാമത്തത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക. അതുവഴി നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് പ്രിവെൻറ്റ് റൺ ഓഫ് മാനുവർ. ക്യാറ്റിൽ ഡെങ്ങൊക്കെ ഒഴുകിപ്പോകുന്നത് മാക്സിമം തടയുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് സെപ്പറേറ്റ് ഡ്രെയിനേജ് പൈപ്സ് ഫോർ സീവേജ് ആൻഡ് റെയിൻ വാട്ടർ. സീവേജിനും അതുപോലെ തന്നെ റെയിൻ വാട്ടറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രൈനേജ് പൈപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇപ്പോൾ മഴ നന്നായിട്ടുള്ള സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ സീവേജിൽ മഴവെള്ളം ചെന്നിട്ട് അത് ഓവർഫ്ലോ ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ വേസ്റ്റ് വാട്ടറിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. In order to remove contaminants from wastewater, we are doing wastewater treatment so that water can be reused for some beneficial purposes. So നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വാട്ടറിനെ ഒരുപാട് ബെനിഫിഷ്യൽ പർപ്പസസ്കൾക്ക് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വേസ്റ്റ് വാട്ടർ ഇൻവോൾവ്സ് മെയിൻലി 3 steps. Those are primary treatment, secondary treatment and finally tertiary treatment or advanced treatment. So primary treatment, it is a physical process, whereas the secondary treatment is a biological process. Okay, നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഫിസിക്കൽ പ്രോസസ് ആണ്, എന്നാൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ബയോളജിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, ഇൻ primary treatment, large particles or debris are removed through screens. Screens വഴി നമ്മൾ ലാർജ് പാർട്ടിക്കിൾസിനെയും ഡെബ്രിസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പ. ഓക്കെ, ആഫ്റ്റർ സ്ക്രീനിങ് ദിസ് വേസ്റ്റ് വാട്ടർ ഈസ് പാസ്ഡ് ത്രൂ ഗ്രിറ്റ് ചേംബർ where sand, grit and other solid particles are removed. സ്ക്രീനിങ്ങിന് ശേഷം നമ്മൾ ഗ്രിറ്റ് ചാമ്പറിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഗ്രിറ്റ് ചാമ്പറിൽ ഗ്രിറ്റും സാൻഡും അതുപോലെ തന്നെ അതർ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് വേസ്റ്റ് വാട്ടർ ഈസ് പാസ്ഡ് ത്രൂ സെഡിമെന്റേഷൻ ടാങ്ക് ആൻഡ് അതർ സസ്പെൻഡഡ് സോളിഡ്സ് ആർ സെറ്റിൽഡ് ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നീട് നമ്മൾ സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് കടത്തിവിടുന്നു. അവിടെ സസ്പെൻഡഡ് സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഗുരുത്വാകർഷണം വഴി സെറ്റിലും ചെയ്യുന്നു. ഹിയർ
60% of suspended solids are removed and also 35% of BOD is removed. 35% BODയും റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് BOD? BOD means it is the biological oxygen demand. അപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ BODയുടെ അളവ് കൂടുതലായിരിക്കും. അതായത് മലിനമാക്കപ്പെട്ട വാട്ടറിന് കൂടുതൽ BOD വേണ്ടിവരും, അതായത് കൂടുതൽ ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടായിരിക്കും. കാരണം വെള്ളത്തിൽ ഒരുപാട് പൊല്യൂട്ടൻസ് ഇല്ലേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷന് വേണ്ടിയിട്ട് കൂടുതൽ ഓക്സിജൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വഴി ഒരുപാട് പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് 35% കുറയുന്നുണ്ട്. Next is secondary treatment. So secondary treatment is a biological process, that means it involves microorganisms. Okay, various microorganisms are aerobic bacteria and other worms. Aerobic bacteria മറ്റു വേംസ് ഒക്കെയാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് വരുന്നത്. ഇവിടെ സീവേജിന്റെ ഡീഗ്രഡേഷൻ ആണ് നടക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ ആണ് ട്രിക്കിംഗ് ഫിൽറ്റേഴ്സ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. ഓക്കെ, ട്രിക്കിംഗ് ഫിൽറ്ററിലാവുമ്പോൾ ക്രഷ്ഡ് സ്റ്റോൺസിന്റെ ഒരു മീഡിയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ടായിരിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് വഴിയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ഉള്ളത് ഏതാണ്? റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ അല്ലെ. ഇവിടെ സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്കുകൾ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇൻ സെക്കൻഡറി ട്രീറ്റ്മെന്റ് 90% ഓഫ് BOD ആൻഡ് 90% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആർ റിമൂവ്ഡ്. നെക്സ്റ്റ് ഈസ് ടെർഷ്യറി ട്രീറ്റ്മെന്റ് ഓർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്. ആഫ്റ്റർ പ്രൈമറി ട്രീറ്റ്മെന്റ് ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്, water may contain some pollutants also. Those may be nitrates and phosphates. Okay, so tertiary treatment involves specific steps which depends upon the type of the pollutants contained in it. ഇനി ഇതിൽ റിമൂവ് ചെയ്യാൻ ബാക്കിയുള്ള പൊല്യൂട്ടൻസിന്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടെർഷ്യറി ട്രീറ്റ്മെന്റ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആണ് ക്ലോറിനേഷന്, അതുപോലെ തന്നെ ഓസോൺ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ UV ലൈറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ. ഓക്കെ, സോ ഇവിടെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു ഫ്ലോ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വേസ്റ്റ് വാട്ടർ ആദ്യം സ്ട്രീംസിലൂടെ പോകുന്നുണ്ട്, ഗ്രിഡ് ചാമ്പറിലൂടെ പോകുന്നുണ്ട്, പിന്നീട് പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അത് സെക്കൻഡറി ട്രീറ്റ്മെന്റിലോട്ട് പോവുകയാണ്, അതായത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് എന്നും കൂടെ പറയാം. ദെൻ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് പ്രൈമറി സ്ലഡ്ജും സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് സെക്കൻഡറി സ്ലഡ്ജ് അല്ലെങ്കിൽ നമുക്കതിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്നും പറയും. ഇവ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ട് പോകും. ദെൻ ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ നമ്മൾ ഡിസ്പോസും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ഡയഗ്രത്തിൽ ക്ലോറിനേഷന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.